ഈ പണ്ടത്തെ സിനിമകളിലെ വില്ലന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അതെ, ഒന്നെങ്കിൽ ഒരു അബ്കാരി കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു വലിയ ബ്ലേഡ് വലിച്ചക്കാരൻ. യെസ്. പക്ഷേ ഈ മദ്യക്കച്ചവടമൊക്കെ ഇപ്പൊ വലിയ രീതിയിൽ നോർമലൈസ് ചെയ്ത് വരുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെങ്ങനെ? അതായത് ഈ സെലിബ്രിറ്റീസ് ഒക്കെ സിനിമയ്ക്ക് പുറത്തും ഈ സെക്ടറിലൊക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നായിട്ട് കാണാം. നമ്മുടെ ഷാരൂഖ് ഖാന്റെ മകൻ ഒരു വോഡ്ക ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നു. പിന്നെ ഈ അടുത്ത് സഞ്ജയ് ദത്ത് ഗ്ലെൻവാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോച്ച് വിസ്കിയിൽ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം വെറും 3 മാസം ആവുന്നതിന് മുന്നേ തന്നെ മഹാരാഷ്ട്രയിൽ 18% മാർക്കറ്റ് ഷെയർ അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ റെക്കോർഡ് സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇവിടെ നിന്നല്ല, ഹോളിവുഡ് നിന്നാണ്. നമ്മുടെ റയാൻ റൊണാൾഡ്സ്, ഡ്വൈൻ ജോൺസൺ, അതുപോലെ ജോർജ് ക്ലൂണി, ജെന്നിഫർ ലോപ്പസ്, ഇവർക്കൊക്കെ ഏതോ കാലം മുതൽ ലിക്കർ ബ്രാൻഡ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതൊക്കെയും പ്രോഫിറ്റബിൾ ആണ്. പക്ഷേ ഇവരൊക്കെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ട ആൾക്കാരല്ലേ? ഇവര് ജനങ്ങളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? ചെയ്യും. അതുകൊണ്ടാണല്ലോ ഈ ബ്രാൻഡുകളൊക്കെ വലിയ രീതിയിൽ സ്റ്റാർ പവർ തേടി പോകുന്നത്. ശരിക്കും കാർട്ടൽ ആൻഡ് റോസ് ആണ് ഗ്ലെൻബാക്ക് സ്കോച്ച് വിസ്കി മാർക്കറ്റിൽ എത്തിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഇതൊരു സഞ്ജയ് ദത്തിന്റെ ബ്രാൻഡാണെന്നാണ് പല ആളുകളും വിചാരിക്കുന്നത്. 1600 രൂപയ്ക്ക് ഒരു പ്രീമിയം ബ്രാൻഡ്, അതുപോലെ